സുന്നികൾ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിആനത്ത് നടത്തുന്നത് പ്രാർത്ഥനയുടെ നിർവചനത്തിൽ അവർ പിഴവ് വരുത്തിയതിനാലാണ്. സുന്നീവാദം. അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആ ഏതാണെന്ന കാര്യത്തിൽ സുന്നികൾക്ക് ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. മറിച്ച് സുന്നികൾ തിരുനബി അടക്കമുള്ള മഹാന്മാരോട് സഹായം തേടുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ അത് അനുവദിച്ചത് കൊണ്ടാണ്. 2. ഒന്നാമത്തെ സെഷനിൽ സുന്നി വിഭാഗം അവരുടെ വിഷയം അവതരിപ്പിക്കുന്നതും മുജാഹിദ് വിഭാഗം അതിന് മറുപടിയായി വിഷയം അവതരിപ്പിക്കുന്നതുമാണ്. രണ്ടാമത്തെ സെഷനിൽ മുജാഹിദ് വിഭാഗം വിഷയം അവതരിപ്പിക്കുന്നതും സുന്നി വിഭാഗം അതിന് മറുപടിയായി വിഷയം അവതരിപ്പിക്കുന്നതുമാണ്. 3. സംവാദ രൂപം. രാവിലെ 9 മണി മുതൽ സംവാദം ആരംഭിക്കുന്നതാണ്. സാങ്കേതികമായ കാരണങ്ങളാൽ ഇപ്പോൾ അല്പം വൈകിയാണ് സംവാദം ആരംഭിക്കുന്നത്. 9:30 സുന്നി വിഭാഗം വിഷയാവതരണം ആരംഭിക്കുന്നു. 9:55 വരെ 25 മിനിറ്റ് മുജാഹിദ് വിഭാഗം വിഷയാവതരണം. 10 മണി മുതൽ 10:25 വരെയാണ് സമയം, 25 മിനിറ്റ്. തുടർന്ന് ആദ്യം വിഷയാവതരണം നടത്തിയ സുന്നി വിഭാഗത്തോട് മുജാഹിദ് വിഭാഗം 5 മിനിറ്റ് ചോദ്യം ചോദിക്കുകയും അവർ 7 മിനിറ്റ് കൊണ്ട് മറുപടി നൽകുകയും ചെയ്യുക. ഇങ്ങനെ 1 മണിക്കൂർ 15 മിനിറ്റ്. പിന്നീട് ഇതേപോലെ സുന്നി വിഭാഗം മുജാഹിദ് വിഭാഗത്തോട് ചോദ്യം ചോദിക്കുകയും മുജാഹിദ് വിഭാഗം മറുപടി പറയുകയും ചെയ്യുക. 1 മണിക്കൂർ 15 മിനിറ്റ്. വ്യവസ്ഥയുടെ രണ്ടാം ഭാഗം നൂർഷാ സാഹിബ് വായിക്കുന്നതാണ്. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, ആദ്യം പറഞ്ഞതുപോലെ അതിൻ്റെ തുടർച്ചയായി ഉച്ചയ്ക്ക് 1:45 മുതൽ ഈ പരിപാടിയുടെ രണ്ടാം സെഷൻ ആരംഭിക്കുകയാണ്. 1:45 സംവാദം പുനരാരംഭിക്കുമ്പോൾ മുജാഹിദ് വിഭാഗം വിഷയാവതരണം 25 മിനിറ്റും സുന്നി വിഭാഗം അതിന് മറുപടിയായി 25 മിനിറ്റും സംസാരിക്കുന്നതാണ്. തുടർന്ന് സുന്നി വിഭാഗം മുജാഹിദുകളോട് 1:15 വരെ ചോദ്യവും മറുപടിയും, 1 മണിക്കൂറും 15 മിനിറ്റും ചോദ്യവും മറുപടിയും തുടരുന്നതാണ്. അവസാനമായി ഈ പരിപാടിയുടെ അവലോകനം 10 മിനിറ്റ് വീതം 2 വിഭാഗത്തിനും ലഭിക്കും ഇൻഷാ അല്ലാഹ്. ആ 10 മിനിറ്റിൽ ആര് ആദ്യം സംസാരിക്കണമെന്നുള്ളത് ആ സമയത്ത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഹാജരെടുത്തതുപോലെ ഓരോ വിഭാഗത്തിൽ നിന്നും 50 പേർ വീതമാണ് ശ്രോതാക്കളായി ഇരിക്കേണ്ടത്. അത്രയും പേർ മാത്രമേ ഹാളിൽ ഉണ്ടാവൂ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മധ്യസ്ഥരായി ഞങ്ങൾ 2 പേരും വേദിയിലുണ്ട്. സംവാദത്തിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കളുടെയും പണ്ഡിതന്മാരുടെയും പേരുകൾ സംവാദത്തിന് 3 ദിവസം മുമ്പ് പരസ്പരം കൈമാറിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്തേണ്ടതും അതിൻ്റെ ചെലവ് ഓരോ വിഭാഗം വഹിക്കേണ്ടതുമാണ്. സംവാദം പ്രാദേശിക ചാനലുകളിൽ സംപ്രേഷണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സംഘാടക സമിതി ചെയ്യേണ്ടതാണ്. ഈ സംവാദത്തിന് പ്രമാണങ്ങളായി അവലംബിക്കുന്നത് പരിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. 2009 ജനുവരി 10, സ്ഥലം SNDP ഹാൾ, കുന്നത്തേരി. അനിവാര്യമായ സാഹചര്യങ്ങളാൽ സ്ഥലം സംഘാടന സമിതിക്ക് ആലോചിച്ച് മാറ്റാവുന്നതാണ്. ഇരു വിഭാഗത്തിൽ നിന്നും 5 പേരെ ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിക്കേണ്ടതാണ്. ഹാൾ, മൈക്ക്, പെർമിഷൻ തുടങ്ങിയ വളണ്ടിയർമാർ ഇരു വിഭാഗത്തിൽ നിന്നും 10 പേർ വീതം എന്നിവ സംഘാടക സമിതിക്ക് തീരുമാനിക്കേണ്ടതാണ്. ഇതെല്ലാമാണ് ഈ സംവാദവുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ചുരുക്കം. ഇനി നമ്മളുടെ സംവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 50 പേരടങ്ങുന്ന 100 പേർ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സാണ്. പൂർണ്ണമായും മാന്യതയോടുകൂടി നമുക്ക് ഇതിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് സംവാദത്തിലേക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി സഹർഷം സുന്നി വിഭാഗത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്
وعلى آله الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. وقال النبي صلى الله عليه وسلم: وإني والله لا أخاف عليكم أن تشركوا بعدي. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, വളരെ സുപ്രധാനമായ വിഷയത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഒരു സംവാദം നടക്കുകയാണിവിടെ. വളരെ കൃത്യമായ ഒരു വിഷയമാണ് ഇതിനു വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞ ദുആ, അത് ഏതാണെന്ന് നിർവചിക്കുന്ന വിഷയത്തിൽ മുജാഹിദ് പക്ഷത്തിന് അബദ്ധം സംഭവിച്ചു എന്ന് സുന്നികൾ വാദിക്കുന്നു. ഇല്ല, ഒരബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന് മുജാഹിദുകളും വാദിക്കുന്നു. ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കാര്യം, ഇവിടെ നടക്കുന്ന ഒന്നാം സെഷനിൽ സുന്നികൾക്ക് അബദ്ധം പറ്റിയോ ഇല്ലേ എന്നതല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചോ ഇല്ലേ എന്നതാണ്. മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് നമ്മൾ രണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തെളിയിക്കാൻ പോകുന്നത്. രണ്ട് തെളിവുകൾ മാത്രമാണ് ഇവിഷയകമായി ഇപ്പോൾ ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദുകളുടെ ഇവിഷയകമായ വാദം തെറ്റാണ് എന്ന് ഇവിടെ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ആമുഖമായി ചില കാര്യങ്ങൾ പറയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിംകൾ. അല്ലാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. സൃഷ്ടിപ്പിൽ അവന് യാതൊരു പങ്കുകാരനുമില്ല. അവന്റെ ഉദ്ദേശ്യമില്ലാതെ ലോകത്ത് ഒന്നും തന്നെ നടക്കുകയില്ല. അവന് സഹായികളായിട്ട് ആരുമില്ല. അവന്റെ അടുക്കൽ അവന്റെ ഉദ്ദേശ്യമില്ലാതെ, അവന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യം സാധിപ്പിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഈ ആദർശത്തിനെതിരായി പല ആളുകളും ലോകത്ത് ശിർക്ക്പരമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഏറ്റവും ശക്തമായി വിമർശിച്ച ഒരു വിഷയമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ അധികാരത്തിൽ, അവകാശങ്ങളിൽ പങ്കുചേർക്കുന്ന പ്രവണത ലോകോൽപത്തി മുതൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ ഭാഷയിലാണ് ഇതിനെ വിമർശിക്കുന്നത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് നൽകുന്ന സുപ്രധാനമായ ഉപദേശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും പ്രഥമവുമായ കാര്യം, കുഞ്ഞിമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിനോട് ഒന്നിനെയും ഏതിനെയും പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് എന്ന് പറഞ്ഞാൽ മഹാപാതകമാണ് എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു യാ റസൂലല്ലാഹ്, ഏതാണ് ഏറ്റവും കഠിനമായ പാപം എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു അശ്ശിർക്ക്, അത് ശിർക്കാകുന്നു. എന്നാൽ ചില ആളുകൾ ഇപ്പോ ശിർക്കിന്റെ